ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മളിതാ നമ്മുടെ LSSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ LSSുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, നമ്മുടെ EVSലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാനായിട്ട്. LSS എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ നോക്കാം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർട്ട് ഫോം ഈസ് കൺസിഡേർഡ് ആസ് ദ കിങ് ഓഫ് പെർഫോമിംഗ് ആർട്സ് അല്ലേ. അപ്പൊ അത് ആരാണ്? തുള്ളൽ, ഭരതനാട്യം, കഥകളി, തെയ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അല്ലെ, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ കഥകളിയാണ് അല്ലെ. അപ്പൊ കഥകളി നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന ബുക്ക് അല്ലെ, കേരളത്തിലെ പക്ഷികൾ, ഹു ഇസ് ദ ഓർണിത്തോളജിസ്റ്റ് ഹു റോട്ട് ദ ബുക്ക് ബേർഡ്സ് ഓഫ് കേരള. ശ്രദ്ധിക്കണേ, ആ ബേർഡ്സ് ഓഫ് കേരള, കേരളത്തിലെ പക്ഷികളാണ്. ഇപ്പൊ ഓപ്ഷൻസ് ആയിട്ട് ഡോക്ടർ മാധവൻ നായർ ഉണ്ട്, ഡോക്ടർ സലീം അലി, സി റഹീം, ഇന്ദുചൂടൻ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പലരും തെറ്റിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ആരെ എഴുതും? സലീം അലി. നമ്മുടെ ഇന്ത്യയുടെ പക്ഷി മനുഷ്യനാണ് ആര്? സലീം അലി അല്ലെ. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സലീം അലി ആണ്. പക്ഷെ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, അതായത് ബേർഡ്സ് ഓഫ് കേരള, ഇത് രചിച്ചത് ആരാണ്? ഇത് രചിച്ചിരിക്കുന്നത് ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്ന ഓർണിത്തോളജിസ്റ്റ് അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകനാണെന്ന് ഓർത്തു വെക്കാട്ടോ. അപ്പൊ ഇന്ദുചൂടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ്? തൂലികാ നാമമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒറിജിനൽ അല്ലെ, അദ്ദേഹത്തിന്റെ കറക്റ്റ് നെയിം വരുന്നത് എന്താണ്? KK നീലകണ്ഠൻ അല്ലെ. അപ്പൊ ഇന്ദുചൂടന് പകരമായിട്ട് KK നീലകണ്ഠൻ എന്ന് പറയുന്ന പേര് കണ്ടു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. മറക്കരുതേ, കേരളത്തിലെ പക്ഷികളാണ് അല്ലെ. അടുത്ത ചോദ്യം. വിച്ച് ആർ ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമുക്കറിയാലോ ആൻസർ ഏതാണ്? കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അതിലിതാ ഇവിടെയാണ് നമ്മുടെ കേരളം ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ കേരളത്തിന് ചേർന്ന് കിടക്കുന്ന ആളുകൾ, കേരളവുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ആളുകളാണ് അയൽ സംസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. നെയ്ബറിംഗ് ആരൊക്കെയുണ്ട്? ദാ മുകളിലായിട്ട് കർണാടക കാണുന്നുണ്ട്. നമ്മൾ ഈ സൈഡിലായിട്ട് ആരും ഉണ്ട്? തമിഴ്നാടും ഉണ്ട് അല്ലെ. അപ്പൊ തമിഴ്നാടും കർണാടകയും ഈ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കുക. യെസ്, ഓപ്ഷൻ ബി ആരാണ്? തമിഴ്നാടും കർണാടകയും ആണ്. ഇതാണ് നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. യെസ്, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. ചുമ്മാ വെച്ചതാണ് മിസ്, കാരണം നേരത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡോക്ടർ സലീം അലി ആണ് അല്ലെ. ഡോക്ടർ സലീം അലി ആണ്. ഇവിടെ വേണമെങ്കിൽ മിസ് ആൻസർ എഴുതി തരാം. യെസ്, ആരാണ്? ഡോക്ടർ സലീം അലി ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ആൻസർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ആർ ദ ഡിസ്ട്രിക്ട് ഇൻ കേരള നോട്ട് ലിങ്ക്ഡ് ബൈ റെയിൽവേ ലൈൻസ് അല്ലെ. കേരളത്തില് റെയിൽ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്കറിയാം കേരളത്തില് ആകെ 2 ജില്ലകളിൽ മാത്രമാണ് റെയിൽ പാതകൾ ഇല്ലാത്തത്, റെയിൽവേ കടന്നു പോവാത്ത ജില്ല എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? യെസ്, ഇടുക്കിയും വയനാടും ആണ് അല്ലെ. അപ്പൊ ഓർക്കാൻ ഇടുക്കിയും വയനാടും നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെ. പ്രധാനമായിട്ടും എന്താണ്? ആ തണുപ്പുള്ള പ്രദേശങ്ങളാണ്, മലയോര പ്രദേശങ്ങളാണ്, കൂടുതലായിട്ട് ചുരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ എന്തില്ല? റെയിൽവേ ഇല്ല എന്ന് ഓർക്കുക. ഇടുക്കിയും വയനാടും ആണ്. അപ്പൊ അവിടെ പോകണമെങ്കിൽ നമുക്ക് ബസ് തന്നെ പിടിക്കണം അല്ലെ, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പിടിക്കണം അല്ലെ. റോഡിലൂടെ നമുക്ക് പോവാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദ ബേർഡ് സാങ്ച്വറി വിച്ച് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ കേരള. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പൊ ഇവിടെ തട്ടേക്കാട്, കടലുണ്ടി, കുമരകം, ഭരത്പൂർ ആണുള്ളത്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവര് 3 പേരും അല്ലെ, തട്ടേക്കാടും കടലുണ്ടിയും കുമരകവും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇവരൊക്കെ എവിടെയാണ്? കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ ഇല്ലാത്തത് ഇതിനകത്ത് ആരാണ്? ഭരത്പൂർ ആണ്. അത് രാജസ്ഥാനിലാണ്. അപ്പൊ കേരളത്തിലുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്തവരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി അല്ലെ. അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം? സെറ്റാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ആൻഡ് നമുക്കറിയാം LSS എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പൊ അതില് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ആനുവൽ
എക്സാം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല ചാപ്റ്റേഴ്സ് തീരാനായിട്ട്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് അതിൻ്റെ റിവിഷനൊക്കെ സെറ്റ് ആക്കിയാൽ മാത്രമേ ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആനുവൽ എക്സാമും LSS നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ അങ്ങ് പ്രിപ്പയർ ചെയ്യണം എന്നർത്ഥം അല്ലേ. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രാണ ബാച്ച് തയ്യാറായിട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രാണ ബാച്ചിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു വർഷം എന്ത് ചെയ്യണം, സെറ്റായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. നമ്മുടെ 4ാം ക്ലാസ്സിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് LSSും പഠിക്കാടാ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.